വിലയിൽ ഈ റേഞ്ചിൽ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ഒരു വണ്ടിയാണിത്. കാര്യം എടുത്ത് പറയേണ്ട ഒന്ന് ഇതിൻ്റെ ഡിസൈനാണ്, ഇതിൻ്റെ കളറ്, ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ ക്രോളിങ്, അസാമാന്യ ക്രോളിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു 50,000 രൂപയുടെ വണ്ടി മേടിച്ച് ക്രോള് ചെയ്യുന്ന പോലെ ഏകദേശം ആ ഒരു കറക്റ്റ് ഫീല് തന്നെ നമുക്ക് ഈ വണ്ടിയിലും കിട്ടുന്നതാണ്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 20-25 രൂപയ്ക്കാണ് ഈ വണ്ടി കിട്ടണേ. സെയിം ഫീച്ചർ തന്നെയാണ്. ഏകദേശം നല്ല അടിപൊളി ലുക്കും അടിപൊളി ക്രോളിങ്ങും എല്ലാമായിട്ടും എടുത്ത കാശ് പോവില്ല, മുതലാണ് സാധനം. നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ഫൺ ഡ്രൈവ് പോകാനാണെങ്കിലും അത്യാവശ്യം ബാക്കിയുള്ള കൂടിയ വണ്ടികളുടെ കൂടെ നമുക്ക് പിടിച്ചു വെക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും ഈ വണ്ടി അടിപൊളിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടത്, നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അപ്ഡേഷൻ ചെയ്യേണ്ടി വരും. കുറേ പാർട്സ് മാറ്റി മെറ്റലാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ വന്നിരിക്കുന്ന എല്ലാം തന്നെ മെറ്റൽ പാർട്സാണ്. നമുക്ക് എടുത്ത് വേറെ ഒരു അപ്ഡേഷൻ, ഒരു ലുക്ക് വൈസ് ആയിട്ടുള്ള രീതിയിൽ കൂടുതലായിട്ട് അപ്ഡേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഈ വണ്ടിയിൽ. ഓൾറെഡി ഈ വണ്ടി നല്ല ലുക്കായിട്ടാണ് വന്നേക്കണത്. അപ്ഡേഷനാണ് വണ്ടിക്ക്. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വണ്ടി വാട്ടർ പ്രൂഫാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി വാട്ടർ പ്രൂഫാണ്. കാര്യം ഞാൻ കുറേ വെള്ളത്തിൽ കൂടെ ഓടിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഡ്യൂറബിളായിട്ട് നിൽക്കും. അത്യാവശ്യം വണ്ടിയുടെ ബോഡി ഫുള്ള് മുങ്ങുന്ന രീതിയിലൊക്കെ വെള്ളത്തിൽ ഓടിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ചെയ്ത് ഡ്രൈവ് കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത്യാവശ്യം നമ്മുടെ ഞാൻ യൂസ് ചെയ്യണത് WD-40 ഒക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കി വയ്ക്കുക. റെസ്റ്റ് ഒന്നും വരാണ്ട് കാര്യങ്ങൾ ചെയ്താണ്. വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്താൽ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല. ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ ഏകദേശം ഒരു 40-45 മിനിറ്റ് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ബാക്കി എല്ലാം കൊണ്ടും വർത്താണ്. നമുക്ക് ഇനി കൂടുതൽ ഇതിനകത്ത് അപ്ഡേഷൻ ചെയ്യാനാണെങ്കിൽ ഒരു വിഞ്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലൈറ്റ്സ് ആഡ് ചെയ്യാം. ബാക്കി ടയർ ഭാഗം കൊണ്ടും ബോഡി ഷാസി സസ്പെൻഷൻ എല്ലാം കൊണ്ടും നമുക്ക് വണ്ടി വന്ന സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ നമുക്ക് ഭയങ്കര, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല വണ്ടിയിൽ. അതാണ് ഞാൻ ഇപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം. പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ടെറൈനും ഓടിക്കാനും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ്. നല്ല ഫണ്ണാണ് വണ്ടി ഓടിച്ച് കളിക്കാം. മറ്റുള്ള വണ്ടീനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലുക്ക് വൈസ് ഭയങ്കര അടിപൊളിയാണ് ഈ വണ്ടി. അതിൻ്റെ കുറച്ച് ഗുണങ്ങളുണ്ട്. അങ്ങനെയാണ് മെയിൻ കാര്യങ്ങൾ തന്നെ.